ഹലോ മക്കളെ, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മറ്റൊരു പ്രധാനപ്പെട്ട പാഠഭാഗമാണ് നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന് പറയുന്ന മലയാളം ഫസ്റ്റിലെ പാഠഭാഗം. അപ്പോൾ വായിച്ചാൽ മനസ്സിലാവുന്ന എളുപ്പമുള്ള ഒരു പാഠഭാഗമാണ്. എങ്കിലും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗമാണ്. അപ്പൊ നമ്മൾ ആ പാഠം എന്താ എന്നുള്ളത് നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇനി ഏത് പാഠമാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ ടീച്ചർ ആ പാഠങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് മക്കൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പാഠഭാഗത്തിന്റെ ആശയം നമുക്ക് മനസ്സിലാവും. മാരത്തോൺ ലൈവുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പാഠഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം കേട്ടോ. ഓരോ പാഠഭാഗവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും വരിക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് നോക്കാനില്ലല്ലോ. സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ വരും എന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക. അപ്പൊ ഒന്ന് നോക്കൂ, ഏതാണ് നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗമാണ് അല്ലെ, നിങ്ങളും നിങ്ങളുടെ ജോലിയും. അപ്പോ ആരാ എഴുതിയിരിക്കുന്നത്? KP കേശവ് മേനോൻ എഴുതിയ ലേഖന സമാഹാരത്തിലുള്ള അദ്ദേഹത്തിന്റെ ലേഖന സമാഹാരത്തിന്റെ പേര് നാം മുന്നോട്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ ആ ലേഖന സമാഹാരത്തിലുള്ള ഒരു ലേഖനമാണ്, ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ തൊഴില് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, അത് വ്യക്തിത്വത്തിന്റെ പ്രകാശനമായി മാറുന്നുവെന്ന് ലേഖകൻ പറയാണ്. നമ്മൾ ആർക്കോ വേണ്ടിയല്ല ജോലി ചെയ്യേണ്ടത്. എന്ത് ജോലിയാണെങ്കിലും നമ്മളിപ്പോ പഠിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ഒരു ജോലിയാണ് അല്ലെ. റിലേറ്റ് കളയരുതെന്നാണ് പറയുക, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് ബ്യൂട്ടിഫുൾ. നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കേണ്ടത്, റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്താണോ റിസൾട്ട് വന്നോളൂ. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാവും തന്നെ ചെയ്യും അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പം ചില അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ സ്കൂളുകളിലൊക്കെ പണ്ട് അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടുക എങ്ങനെയാണ്, ഇപ്പൊ ടീച്ചർക്ക് അറിയാവുന്ന ഉദാഹരണം അങ്ങനെ ആയതുകൊണ്ട് പറയാണ്. ചിലരുടെ ക്ലാസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർ കാട്ടിക്കൂട്ടി പോകും അല്ലെ. അത്തരം അധ്യാപകരുടെ ക്ലാസ് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അത് എനിക്കൊക്കെ പേഴ്സണലി അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പഠിച്ച സ്കൂളുകളില് അല്ലെ, ചില അധ്യാപകര്, ചിലർ ഇന്നും നമ്മൾ ഓർക്കുന്നത്, ഇപ്പൊ ടീച്ചർ മലയാളമൊക്കെ എടുത്തിരിക്കുന്നത് അങ്ങനെ ചില അധ്യാപകര് കാരണമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ചില അധ്യാപകർ, അവരോടുള്ള ഇഷ്ടം അല്ലെ, അപ്പൊ അവരെത്ര നന്നായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ വിഷയത്തോടൊക്കെ ഇഷ്ടം ഉണ്ടാവുന്നത്. അപ്പൊ ചില വിഷയങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ടാണ്, ചിലര് ഇത് ജോലിയായി മാത്രം അല്ലെ, ജോലി എന്ന ഉത്തരവാദിത്വം മാത്രമായി കാണുന്നതുകൊണ്ടാണ്. അപ്പൊ അതങ്ങനെ ഒരുപാട് തലമുറകൾ എന്താണ് ഇല്ലാതാക്കി കളയാൻ അത്തരം അധ്യാപകർ ഒരുപാട് പേര്, എല്ലാവരും നല്ല ആളുകളൊന്നും അല്ല അല്ലെ, ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്റെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരുപാട് അധ്യാപകരെ എനിക്ക് പരിചയമുണ്ട്. ഓക്കെ, നല്ല അധ്യാപകരെക്കാൾ കൂടുതൽ മോശം അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ പരിചയം ഉണ്ടാവും. അപ്പോൾ അത് ജോലി മാത്രമായിട്ട് അല്ലെ, അത് ഒരു ഉത്തരവാദിത്തമായിട്ട് അല്ലെ, അത് ഏറ്റവും ഭംഗിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ നമുക്കത് ഇഷ്ടപ്പെടാത്തതും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ. അപ്പൊ അതൊക്കെ ടീച്ചറൊക്കെ നമ്മുടെ ലൈഫിൽ അതൊക്കെ തെറ്റുകൾ തിരുത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കും അല്ലെ അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്കത് തിരുത്താനും അങ്ങനെ ആവരുത് എന്നൊക്കെയുള്ളത് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അന്ന് അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. മുതിർന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതങ്ങനെ ആയിരുന്നല്ലോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഏതൊരു ജോലിയും എന്താണ്, അത് ഭംഗിയോടെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെ, പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ എന്താണ്, അതിന് നമ്മൾ ഈ പറഞ്ഞ ആത്മാർത്ഥതയൊന്നും വലുതായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് ഏറ്റവും ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഏത് ജോലിയും എന്താണ് ഇഷ്ടത്തോടെ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇഷ്ടമുള്ള കോഴ്സുകളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം അല്ലെ, ഏത് കോഴ്സ് പഠിക്കണം എന്നൊക്കെ ഉള്ളത്. കാരണം അതിനനുസരിച്ചാണ് നമ്മളുടെ പിന്നീടുള്ള ജോലി മേഖലയൊക്കെ വരുന്നത്. അല്ലാണ്ട് നമുക്ക് പഠിക്കാം, പിന്നെയും സമയം പോകുന്നു മാത്രം. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള മേഖലകൾ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കരുത്. മറ്റുള്ളവരുടെ അല്ലെ അഭിപ്രായത്തിന് നമുക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ളത് അതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഭംഗിയിൽ അല്ലെ ആ ജോലിയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകില്ല. അപ്പൊ പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന എന്തല്ല, തൊഴിൽ ചെയ്യുന്ന സമയത്ത് അത് മോശമായി തീരുക. അതേ സ്ഥാനത്ത് തൊഴിലെന്ന് പറയുന്നത് നമ്മൾക്കും മറ്റുള്ളവർക്കും എന്താണ് ഉപകാരമായിട്ട് വരുമ്പോഴാണ് അത് ഏറ്റവും ഭംഗിയിലാവുന്നതെന്നാണ് പറയുന്നത്. ജീവിത വീഥിയിൽ വെളിച്ചം നിറയ്ക്കുന്ന ചില ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്, എഴുത്തുകാരൻ ഈ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നത്. അപ്പൊ തൊഴില് അവനവന്റെയും സമൂഹത്തിന്റെയും എന്ത് ചെയ്യണം, പുരോഗതിക്ക് വേണ്ടിയാവണം എന്ന സന്ദേശമാണ് ഈ പാഠഭാഗം നമുക്ക് തരുന്നത്. ജോലിയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളും നിലപാടുകളും വളരെ പ്രധാനമാണ് എന്ന ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഉപജീവനത്തിൽ നമുക്ക് പൈസ ഇല്ല, നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പൈസ അത്യാവശ്യമാണ്, നമുക്ക് എല്ലാത്തിനും പൈസ വേണം. അപ്പൊ പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല ജോലി ചെയ്യണം. പല രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിൽ കണ്ടില്ലേ, ബാങ്ക് കൊള്ളയടിച്ച്, അതായത് ഭാര്യ അയച്ചു കൊടുത്ത 3.5 ലക്ഷം രൂപ ഏറ്റവും സാലറി ഉള്ള ഒരു ഭാര്യയാണ്. അപ്പൊ അതിന്റെ പകുതിയും അവർ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. ഭർത്താവ് നാട്ടിലാണ്, ജോലി ഇല്ല, അദ്ദേഹം നാട്ടിൽ താമസിക്കുകയാണ്.
അപ്പം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു, അദ്ദേഹം ഇത് ദൂർത്തടിച്ച് കളഞ്ഞു പൈസ മുഴുവൻ അല്ലെ. ഇവിടെ ഒരു ഭാര്യ വരുന്നായ സമയത്ത് എന്ത് ചെയ്യാണ്, ബാങ്ക് കൊള്ളയടിച്ച് പിടിക്കപ്പെട്ടു അല്ലെ. നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട്. അപ്പൊ നമ്മൾ പണം നേടണമെങ്കിലും ഭംഗിയിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം, ജോലി വേണം. അല്ലാണ്ട് കള്ളക്കടത്ത് ഈ പറഞ്ഞ പോലെ ബാങ്കുകളെയൊക്കെ നമുക്ക് നടത്താം, പിടിക്കപ്പെടും അല്ലെ. നമ്മൾ പിന്നീടുള്ള ജീവിതം സുഖമായിട്ട് എവിടെ താമസിക്കേണ്ടി വരും, ജയിലിലൊക്കെ താമസിക്കാൻ, നാണക്കേട് മാനക്കേട്. അല്ലാതെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പല രീതിയിൽ പൈസ കണ്ടെത്തുന്ന ആളുകളുണ്ട്. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്, ഭംഗിയിൽ നമ്മൾ അധ്വാനിച്ചിട്ട് നേടുന്ന പൈസയെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ഈ കാഴ്ചപ്പാടിന് തെറ്റുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ജോലിയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ എന്ത് ചെയ്യണം, അപ്രകാരം പരിമിതപ്പെട്ടുകൊണ്ട് അല്ലെ. ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ മുദ്ര ആ വ്യക്തി ചെയ്യുന്ന ജോലിയിൽ പതിഞ്ഞു കിടക്കുന്ന കാണാം. അപ്പൊ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പൊ ടീച്ചർ ആയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെന്ത് ജോലിയായിരുന്നു ചെയ്യുക അല്ലെ. വേറെ എന്ത് ജോലിയാണ് എനിക്ക് അത്ര ഭംഗിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു വിഷയമാണ് മലയാളം. അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ് അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് അല്ലാതെ വേറെന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും അല്ലെ അത്ര ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നമ്മളെ അതിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്കും അതൊരു സന്തോഷം കണ്ടെത്താൻ പറ്റും. ഒരു ബേർഡൻ അയ്യോ എപ്പോഴും ക്ലാസ് എപ്പോഴും കരച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്ത് ചെയ്യും, ഒരു ബുദ്ധിമുട്ട് കണ്ടെത്തുന്ന എപ്പോഴാണ്, നമുക്ക് അതിൽ ഇഷ്ടമില്ലാത്തപ്പോഴാണ് അല്ലെ. അപ്പൊ ചെയ്യുന്ന ജോലിയോട് സമീപനത്തിലുള്ള വ്യത്യാസത്തെ, ആ ജോലിയുടെ ഫലത്തെ എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നത്. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗിയൊക്കെ കൂടുകയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ ജോലി ചെയ്യുന്ന സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം, ജോലിയുടെ കാര്യക്ഷമതയെ സ്വാധീനിക്കുന്ന കാര്യമാണത്, നല്ല രീതിയിൽ ഉപയോഗിക്കാന്നുള്ളത് അല്ലെ. അങ്ങനെ ചെയ്യുന്ന ജോലിയിലൂടെ നേടുന്ന ഉപജീവനത്തിന് എന്താണ്, ഒരർത്ഥമുണ്ട്. അപ്പൊ നമ്മളൊക്കെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പാട് മീൻസ് അത്രയും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെ. പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പുതിയ രീതിയിൽ അല്ലെ, പുതിയ കാര്യങ്ങൾ എപ്പോഴും ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിന് കുറച്ചുകൂടെ അർത്ഥമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇപ്രകാരം അർത്ഥപൂർണമായി നിർവഹിക്കുന്ന ജോലി സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യണം, മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്നത് കൂടെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ജോലി എന്നാണ് പറയുന്നത്. തനിക്കും സമൂഹത്തിനും ഒരുപോലെ സംതൃപ്തിയും പ്രയോജനം ഉണ്ടാകുന്ന വിധത്തിൽ തൊഴിൽ സംസ്കാരം രൂപപ്പെടാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ മാറിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പാഠമൊക്കെ കണ്ടു പഠിച്ചവർക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പുതിയ തലമുറയിലുള്ള നിങ്ങള് ഇത് ചെറുപ്പത്തിലേ നിങ്ങൾ പഠിക്കണം അല്ലെ. നമുക്കൊന്നും ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുക, പല കുട്ടികളും ഇപ്പൊ എൻ്റെ ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റാതായി പോയ ആളുകളാണ്. കാരണം അവർ പഠിച്ചൊക്കെ വേറെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അല്ലെ, അത് പഠിക്കാൻ. അപ്പൊ ഇപ്പോഴേ ഇത്തരം പാഠഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്താണ്, ഉൾക്കാഴ്ചകൾ ഉണ്ടാവണം, തിരിച്ചറിവുകൾ ഉണ്ടാവണം. അപ്പൊ അതിനൊക്കെ വേണ്ടി ആയിരിക്കണം പുതിയ സിലബസിൽ എന്ത് ചെയ്തിരിക്കുന്ന ഇത്തരം പാഠഭാഗങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. അപ്പൊ സമൂഹത്തിന്റെ പുരോഗതിക്കും അല്ലെ ക്ഷേമത്തിനൊക്കെ എന്താണ്, ജോലി അല്ലെങ്കിൽ അത്തരം ആളുകൾ ആവശ്യമാണ് അല്ലെ. തൊഴിലിൽ ഏർപ്പെടുമ്പോൾ ഓരോ വ്യക്തിക്കും തന്റെ ശേഷികൾ പ്രകടിപ്പിക്കാൻ, സ്കിൽസ് പ്രകടിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു, അവസരം ലഭിക്കുന്നു. അതേസമയം ശേഷികളുടെ വികാസത്തിനും പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എന്ത് സഹായിക്കാണ്, നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ജോലികൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ തന്നെയും തന്നോട് ബന്ധപ്പെടുന്നവരെയും സമൂഹത്തിന്റെ സമൂഹത്തെ തന്നെയും എന്താണ്, പുരോഗതിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരാളാണ് ഓരോ പൗരവും, നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മുടെ ഒക്കെ ചെയ്യുന്ന ജോലിയും എന്ത് ചെയ്യാണ്, ഇത്തരത്തിൽ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നു പറയുന്നു. അധ്വാനത്തിന്റെ മഹത്വവും തൊഴിൽ ചെയ്യുന്നതിലൂടെ വ്യക്തിക്കും സമൂഹത്തിനും കൈവരുന്ന നേട്ടവും തിരിച്ചറിയുന്ന വിധത്തിലാണ് ലേഖനം എന്ത് ചെയ്യുന്നത്, വിശകലനം. ഏത് ജോലി ചെയ്യണം, അതെങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ലേഖനത്തിൽ പറയുന്നു. തൊഴിൽ മഹത്തായിട്ടുള്ളൊരു സർഗാത്മകമായ പ്രവൃത്തിയാണ് എന്ന ധാരണയും എന്ത് ചെയ്യണം, രൂപപ്പെടാം. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന എന്തിനാണ്, പണമൊക്കെ ആവശ്യമാണ് അല്ലെ, തിരിച്ചറിവുണ്ടാവാൻ, നല്ല മനുഷ്യരാവാൻ ഒക്കെ ശരിയാണ്. അതിന്റെ ഒക്കെ കൂട്ടത്തിൽ എന്തുകൂടെ ഉണ്ട്, നല്ലൊരു ജോലി കിട്ടുക, നല്ലൊരു ലൈഫ് ഉണ്ടാവുക. നമുക്ക് ജോലി ഇല്ലാതെ നമ്മൾ സെറ്റിൽ ആവാതെ നമുക്ക് നല്ലൊരു ലൈഫ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നല്ല ജോലി ചെയ്യാൻ അല്ലെ, നല്ല കോഴ്സുകൾ പഠിക്കാൻ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എന്താണ് ഇപ്പോഴും സമൂഹത്തിന്റെ പുരോഗതി, ഒരു കെട്ടുറപ്പുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയൊക്കെ ആവശ്യമാണ്. അപ്പൊ അതൊക്കെ തിരിച്ചറിവുണ്ടാകുന്ന വിധത്തിൽ അല്ലെ, വളരെ ചെറിയ ക്ലാസ്സിലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാവാൻ കൂടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരം പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ജോലിയെക്കുറിച്ച്, തൊഴിൽ എങ്ങനെയൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നു, അതൊക്കെ ഏതൊക്കെ തരത്തിൽ സമൂഹത്തിന് ഉപയോഗപ്രദമാവുന്നു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലേഖന ഭാഗത്തിൽ KP കേശവമേനോന്റെ ഏതാണ് നാം മുന്നോട്ട് എന്ന് പറയുന്ന ലേഖന സമാഹാരത്തിലുള്ള ഒരു പാഠം അല്ലെങ്കിൽ ഒരു ലേഖനമാണ് ഏതെന്ന് പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന് പറയുന്ന പാഠഭാഗം. ക്ലിയർ ആയോ, അടിപൊളിയായോ? ഏതൊക്കെ ജോലി എന്തൊക്കെ പഠിക്കണം, പഠിച്ചാലേ അല്ലെ 9ാം ക്ലാസ് ഒക്കെ പാസ്സായാലേ 10ാം ക്ലാസ്സിലേക്ക് എത്തുള്ളൂ. അടുത്ത വർഷം 2-3 മാസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആരാ, എവിടെയോ പഠിക്കണേ, 10ാം ക്ലാസ്സിലാണല്ലേ. 10ാം ക്ലാസ്സിൽ ഇതുപോലെ തിരികെ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, ഉഷാറായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.